പഠിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഫേസ് ചെയ്യാറില്ലേ? അതെന്തൊക്കെയാണെന്നും അവയെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, നോട്ടിഫിക്കേഷൻ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വാട്സപ്പെന്നോ ഇൻസ്റ്റാഗ്രാമെന്നോ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ഈ ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ടേൺ ഓഫ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതിലൂടെയാണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളൊരു ക്ലാസ് കാണുകയാണെങ്കിൽ അറ്റ് എ ടൈം തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ വേറൊരു ടാബോ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഇതെല്ലാം ഒരു ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. സോ മൾട്ടി ടാസ്കിങ് ഡിസ്ട്രാക്ഷന് കാരണമാണ്. അടുത്തതായി ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണാണ്. നിങ്ങൾ ഓൺലൈനായിട്ടോ അതോ ബുക്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫയിലോ ബെഡിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. നിങ്ങൾക്ക് മടുപ്പ് വരാം, ഉറക്കം വരാം. സോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സ്ഥലങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. അടുത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. പ്രോപ്പർ ആയിട്ടൊരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നിങ്ങൾ ബുക്സ് എടുത്ത് പഠിക്കുന്നത് പോലെ തന്നെ ഓൺലൈൻ റിസോഴ്സ് യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ടേബിൾ, പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് മസ്റ്റ് ആണ്. നിങ്ങളിപ്പോൾ തീരുമാനം എടുക്കുക. അതായത് ഞാൻ ഇന്ന് കുറച്ച് വീഡിയോസ് കാണും, ആ ഒരു നമ്പർ ഫിക്സ് ചെയ്യുക. ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട്സ് അതിനുശേഷം പ്രിപ്പയർ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കും. അങ്ങനെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പ്ലാൻ നിങ്ങൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു, ക്ലാസ് കഴിഞ്ഞു, പിന്നെ ഒന്നും പഠിക്കുന്നില്ല, നിങ്ങൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ പഠിച്ചതിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ടൈമൊക്കെ അവിടെ വേസ്റ്റ് ആണ്. നിങ്ങളെ പഠിത്തം അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. അടുത്തതായിട്ട് ഗെറ്റിംഗ് ബോർഡ് ഓർ ടയേർഡ്. മക്കളെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ബോറടിക്കുന്നത്? എക്സാം ടൈമിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ബോറടിക്കാതെ ഇരുന്ന് ലൈവ് ക്ലാസ്സുകൾ, ലെങ്തി ലൈവ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യും, മാരത്തോൺ ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യും. കാരണം നിങ്ങൾക്കറിയാം എക്സാം ആണ്, നെക്സ്റ്റ് ഡേ എക്സാം ആണ്, ഇല്ലെങ്കിൽ എക്സാം ആവാനായി എന്നുള്ളൊരു ബോധമുണ്ട്. എക്സാം അല്ലാത്ത സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത്രയും ലെങ്തി ആയിട്ടുള്ള ലൈവ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് പോകാൻ സാധ്യതയുണ്ട്. ഒരു 25 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെയാണ് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത് പോസ് ചെയ്യാം. ഈവൻ നിങ്ങളൊരു വീഡിയോ കണ്ട് പഠിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഫോക്കസ് പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ പോസ് ചെയ്യുക, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, തിരിച്ചു വരിക, നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ബ്രേക്സ് എന്നുള്ളത് മസ്റ്റാണ്. നിങ്ങൾ എങ്ങനെയാണ് ടയേർഡ് ആവുന്നത്? സ്വാഭാവികമായിട്ടും സ്ക്രീൻ ടൈം കൂടുമ്പോൾ നമ്മുടെ കണ്ണിനൊക്കെ ക്ഷീണം വരാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രേക്സ് എടുത്തിട്ട് പഠിക്കുക. ഒരു 25 മിനിറ്റ്സ് വീഡിയോ കാണുക, 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, തിരിച്ചു വരിക. അപ്പോൾ തന്നെ നിങ്ങൾ റിലാക്സ്ഡ് ആവും, നിങ്ങൾക്ക് കുറേ സമയം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസിനൊക്കെ അവോയ്ഡ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുക. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.